ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം. ഏതാണ്ട് 10-15 ദിവസം നീണ്ടുനിന്ന സമാധാനത്തിന് ശേഷം, വെടിനിർത്തലിന് ശേഷം, ആക്രമണം അമേരിക്ക അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ജോർദാൻ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. അതുമാത്രമല്ല, സൗദിയുടെ റിയാദ് അടക്കമുള്ള മേഖലകളിൽ ഇറാഖിൽ നിന്നും ഇറാന്റെ ചില ശക്തികൾ ആക്രമണം നടത്തിയെന്ന ആരോപണമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ ഇറാഖിലെ ഇറാൻ കേന്ദ്രങ്ങളിൽ അമേരിക്കയും സൗദിയും സംയുക്തമായി ആക്രമണം നടത്തിയ സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി വൈറ്റ് ഹൗസിൽ പ്രസിഡന്റുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇനി അമേരിക്കയുടെ ഊഴമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ വലിയ ആക്രമണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. President Xi told you that China would not give or sell Iran any weapons. And there's a new report that Iran's about to get 400 rocket launchers from China going through Pakistan to Iran. Well, that would be surprising. I mean, things like that happen, but that would be surprising. He told me very strongly he wouldn't partake, and he knows I'd be quite disappointed. തെക്കൻ ഇറാനിൽ പലയിടങ്ങളിലും വലിയ സ്ഫോടനം നടന്നുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുഷേർ പ്രവിശ്യയിലും ഖേഷം ദ്വീപിലുമൊക്കെയാണ് മിസൈൽ പതിച്ചിട്ടുള്ളത്. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ കുറച്ച് രാത്രികളായിരുന്നു കഴിഞ്ഞ 10-15 ദിവസമായി. ഇപ്പോൾ വീണ്ടും കടുത്ത ആക്രമണത്തിലേക്ക് അമേരിക്ക തിരിയുകയാണ്. എന്താണ് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ അടയാതിരിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം IRGC നടത്തിയ ആക്രമണമാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. ജോർദാനിലും ഈജിപ്തിലും അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത്. ജോർദാനിൽ US എയർബേസിന് നേരെയും സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഈജിപ്തിലാകട്ടെ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഗ്യാസ് ടാങ്കർ സ്റ്റോറേജ് അടക്കം ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രകോപനപരമായ പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ട്രംപ് അല്പം മുമ്പ് പ്രതികരിച്ചത് ഇനി ഇറാന് നേരെയുള്ള ആക്രമണം വരും മണിക്കൂറുകളിൽ കടുപ്പിക്കും, അതിശക്തമായ തിരിച്ചടികൾക്ക് തയ്യാറായിക്കോളൂ. കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തി, ഇനി അമേരിക്കയുടെ ഊഴമാണ് എന്ന് ട്രംപ് പ്രതികരിച്ചതിന് തൊട്ട് പിന്നാലെ സെൻട്രൽ കമാൻഡ് ഇറാനിൽ വ്യോമാക്രമണം ആരംഭിച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ട്വീറ്റും വന്നു കഴിഞ്ഞു സെൻട്രൽ കമാൻഡിൻ്റെ. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സെൻട്രൽ കമാൻഡ് തന്നെ സ്ഥിരീകരിച്ചത് ഇന്ത്യൻ സമയം ET 8 മണി, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെ 5:30 ഈ ആക്രമണം ആരംഭിച്ചു. അതിശക്തമായ ആക്രമണം പല മേഖലകളിലും ഇതിനകം റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ്ഗാൻ പ്രവിശ്യയിൽ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, അബാദാൻ എന്നിവിടങ്ങളിൽ US വ്യോമാക്രമണം നടത്തി. ഇറാന്റെ ഏക ആണവോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബുഷേറിലും ആക്രമണം ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖേഷം ദ്വീപിൽ ജനവാസ മേഖലയിൽ ബോംബ് പതിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഒരു കെട്ടിടത്തിലാണ് പതിച്ചതെന്നും ആ കെട്ടിടം തകർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2-ലധികം പേർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുമൊക്കെയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കസേറൂണിലും അതോടൊപ്പം തന്നെ കിഷ് ഐലൻഡിലും ശക്തമായ ആക്രമണം ഉണ്ടായി. അങ്ങനെ തെക്കൻ ഇറാന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് US സൈന്യം കഴിഞ്ഞ 2 മണിക്കൂറായി അതിശക്തമായ വ്യോമാക്രമണമാണ് നടത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാശനഷ്ട സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകൂ. എന്തായാലും അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് IRGC കഴിഞ്ഞ ദിവസവും പ്രതികരണം നടത്തിയത്. അമേരിക്ക ആക്രമണം നടത്തുന്ന കാലത്തോളം പ്രതിരോധം തുടരും എന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. ഭീഷണിയുടെ സ്വരം വേണ്ട എന്നും IRGC പറഞ്ഞു വെക്കുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം 3 ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിൽ ലക്ഷ്യമിട്ടു എന്നുകൂടി IRGCയുടെ നാവിക വിഭാഗം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് IRGCയുടെ അനുമതിയില്ലാതെ വിലക്കുള്ള പാതയിലൂടെ കടക്കാൻ ശ്രമിച്ച 3 ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടത് എന്നാണ് IRGCയുടെ പ്രതികരണം. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് US ശക്തമായ ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെ വിവിധ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണമാണ് ഇപ്പോഴത്തെ ഈ പ്രത്യാക്രമണത്തിനുള്ള പ്രകോപനം. രഞ്ജിത്ത്, തീർച്ചയായും അതുതന്നെയാണ്. ഒപ്പം സൗദി അറേബ്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണം കൂടി, അതിനുശേഷം സംയുക്തമായി സൗദിയും US-ഉം ഇതുവരെ യുദ്ധത്തിൻ്റെ മേഖലയിലായിരുന്ന, യുദ്ധത്തിന് ഇറങ്ങായിരുന്ന സൗദിയെ കൂടി ഇറാൻ യുദ്ധത്തിന് ഇറക്കിയ പശ്ചാത്തലമുണ്ട്. ഇറാഖിലെ
ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ് ഈ അറ്റാക്കിന് പിന്നിലെന്ന് അമേരിക്ക പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 20ഓളം പേരാണ് കൊല്ലപ്പെട്ടത് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു കാർത്തിക്. ഏതായാലും യുദ്ധം വ്യാപിക്കുന്നുവെന്നും മറ്റ് പല രാജ്യങ്ങളും യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇറാന്റെ ഭാഗത്തുണ്ടായ പ്രകോപനം തന്നെയല്ലേ ഇപ്പോൾ സൗദിയെയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ US-ഉം സൗദിയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 20 പേർ ഇറാഖിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മാത്രമല്ല ഇറാനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഇറാഖിലെ പ്രോക്സി ഗ്രൂപ്പുകൾ അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം അത് ശക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ US-ഉം സൗദിയും. അതിന് ഇടയാക്കിയ കാരണങ്ങൾ നേരത്തെ അവർ നൽകിയ മുന്നറിയിപ്പ് അടക്കമാണ്. നേരത്തെ കടലിടുക്കിലടക്കം ഇത്തരത്തിൽ ശക്തമായ നാവിക പ്രതിരോധം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഹൂതികളടക്കം നൽകിയിരുന്നു. ആ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അവർ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വളരെ പ്രകോപനപരമായാണ് അവരുടെ പ്രതികരണങ്ങൾ വിവിധ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് പിന്നാലെ ഭീഷണികൾ ഉണ്ടാകുന്നു. ഹൂതി അടക്കം നാവിക ഉപരോധം, ഹോർമൂസ് കടലിടുക്കിന് പുറമെ മറ്റ് കടലിടുക്കിലും ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതിന് പിന്നാലെയാണ് US-ഉം സൗദിയും ഇത്തരത്തിൽ ആക്രമണം കടുപ്പിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നയതന്ത്ര ചർച്ചകളിൽ സജീവമായി ഇടപെട്ട് പങ്കെടുത്ത രാജ്യമാണ് സൗദി. ആ സൗദി കൂടി US-നൊപ്പം ആക്രമണത്തിൽ പങ്കെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി തുടരുന്നു. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് താൽക്കാലികമായി ആക്രമണം നിർത്തിയപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ പല തലങ്ങളിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടിരുന്നു. പല ചർച്ചകളും ബിഹൈൻഡ് ദി കർട്ടൻ നടന്നിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം IRGCയുടെ ആക്രമണമുണ്ടായത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ശക്തമായ പ്രത്യാക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ പറഞ്ഞതുപോലെ 10-15 ദിവസമായി ആക്രമണത്തിനൊരു ശമനമുണ്ടായിരുന്നു. ട്രംപ് അടക്കം ആക്രമണം വേണ്ട എന്ന നിലപാടിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ട്രംപിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആക്രമണം തുടരണമെന്നും പുതിയ പദ്ധതികൾ തയ്യാറാക്കണമെന്നും മറ്റും. പക്ഷേ ട്രംപ് അതിന് സമ്മതിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പും നൽകിയില്ല. പഴയതുപോലെയുള്ള ഊഷ്മളമായ ഒരു സൗഹാർദ്ദപരമായ സന്ദർശനമായിരുന്നില്ല അത്. പക്ഷേ അതിനുശേഷം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർച്ചയായ പ്രകോപനങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നു, സൗദിയെ ആക്രമിക്കുന്നു, ജോർദാനിൽ ആക്രമണം സംഭവിക്കുന്നു, ഒപ്പം ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രകോപിതനാവുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വരും മണിക്കൂറുകളിൽ തിരിച്ചടി ഉണ്ടാകാം, പരസ്പരം ആക്രമണത്തിൻ്റെ ശക്തി കൂടാം, കൂടുതൽ രാജ്യങ്ങൾ ആക്രമണത്തിൻ്റെ ഭാഗമായി മാറാം. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.